മിനിസ്റ്റർ 20 വർഷം മുൻപുള്ള അല്ലെങ്കിൽ 20 വർഷം വരെയുള്ള ബോർഡുകളുടെയൊക്കെ അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ അതിൽ LDF ഉണ്ട്, UDF ഒക്കെ ഉണ്ട്. അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതാണ് രാവിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത്. അങ്ങനെയാണോ ദേവസ്വം മന്ത്രി? ഞാൻ ആദ്യം എഴുതി കൊടുക്കുമ്പോൾ തന്നെ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇത് പറയാനാ പറഞ്ഞ പുറകോട്ടുള്ള എല്ലാ കാലഘട്ടത്തിലെയും കൃത്യമായി അന്വേഷിക്കണം തന്നെയാണ് അന്ന് ഞങ്ങള് സ്റ്റാൻഡിംഗ് കൌൺസിൽ മുഖാന്തരം ബഹുമാനപ്പെട്ട കോടതി കൊടുത്തത്. കോടതി അതനുസരിച്ച് തന്നെ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അന്വേഷണം വളരെ തൃപ്തികരമാണെന്ന് പറഞ്ഞു. SIT നല്ല രൂപത്തിൽ മുന്നോട്ട് നീങ്ങുന്നു. അന്വേഷണം പുറകോട്ടുള്ള കോടതി നിർദ്ദേശത്തോടെ മുതലുള്ളത് തുടങ്ങണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു. എല്ലാം കൂടെ ഒരു നല്ലതല്ല. ജനങ്ങൾക്കറിയാൻ അവകാശപ്പെട്ടതും ഒപ്പം അന്വേഷിച്ചുകൊണ്ട് ബോധ്യപ്പെടുത്താൻ ബാധ്യതപ്പെട്ടതുമായ ഉള്ളടക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് വരട്ടെ, നല്ല കാര്യങ്ങളില്ല. അതുകൊണ്ട് ആ രൂപത്തിൽ തന്നെ ആണ് എഴുതി കൊടുത്തത്. അന്വേഷിക്കണം. ED അന്വേഷണ പരിധിയിലേക്ക് വരുന്നത് ഈ SITയുടെ അന്വേഷണത്തെ ബാധിക്കുമെന്ന് തോന്നുന്നു. SITയുടെ അന്വേഷണം തൃപ്തികരമായി പോകുന്നെന്ന് കോടതി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടയിൽ കൂടി ഒരു ED വരുന്നതിന്റെ ഉദ്ദേശം പലർക്കും സംശയിച്ചുകൊണ്ട് കാണുന്നത്. അത് മാത്രമല്ല, ചിലയിടത്ത് വിവേചനാപരമായ സമീപനം കാണിക്കുകയും ചെയ്യും. പറയുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തും ഒരുപോലെ വരണ്ടേ, അത് ചിലയിടത്ത് വിവേചനാപരമായ രൂപത്തിലേക്ക് പോകുന്നു. പിന്നെ EDയോടുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു കാര്യം നമ്മളിവിടെ കണ്ടു. മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരായി കേസ് സാക്ഷി പറയണം എന്ന് വരെ ചിലരെ പ്രേരിപ്പിച്ച EDയുടെ ഒരു ഡെപ്യൂട്ടി ഡയറക്ടറെയാണ് ഈ അടുത്ത കാലത്ത് പുറത്താക്കപ്പെട്ടത്. അപ്പം ഒരു കാര്യം മനസ്സിലായല്ലോ, EDയുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്ന രൂപത്തിലേക്കല്ലേ ആ ഉദ്യോഗസ്ഥൻ പെരുമാറിയത്. അന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച മുഖ്യമന്ത്രിയെ കുരുക്കാൻ വേണ്ടി ഏതെല്ലാം തരത്തിലുള്ള പണിയായിരുന്നു ആ ഉദ്യോഗസ്ഥൻ കാട്ടിയത്. ഇതിനെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി EDയോട് ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ മാത്രമല്ല, മറ്റു ചില സ്ഥലങ്ങളിലും ED ഈ കാര്യത്തിൽ രാഷ്ട്രീയ വകപോക്കലോടുകൂടി വിഷയങ്ങളിൽ ഇടപെടുന്നു എന്ന് സുപ്രീം കോടതി തന്നെ സംശയം പ്രകടിപ്പിച്ച ഘട്ടമുണ്ട്. അപ്പൊ ഇവിടെ നല്ല ഭംഗിയായിട്ട് ആ അന്വേഷണം പോകുന്ന ഘട്ടത്തിൽ അവരെ ഒരു കാരണവശാലും തടസ്സപ്പെടുത്തിക്കൂടാ. മറ്റ് ഇവരന്വേഷിക്കേണ്ട കാര്യങ്ങളെന്നോ അവരന്വേഷിക്കുന്ന നമ്മളൊക്കെ കൃത്യം തർക്കമൊന്നുമില്ല. പക്ഷേ ഈ മുമ്പ് നമ്മുടെ മുമ്പിൽ ഉണ്ടായ അനുഭവം ഞാൻ ചൂണ്ടിക്കാണിച്ചെന്നുള്ളൂ. ഒരു ED വെറും സാധാരണ ഒരു ഉദ്യോഗസ്ഥനെയല്ല, ഉന്നതസ്ഥാനീയരായ EDയുടെ ഉദ്യോഗസ്ഥനെയാണ് സർവീസിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് ഈ കാര്യത്തിന്റെ പേരിൽ. അത് മനസ്സിലാക്കേണ്ടതാണ്. SITയുടെ അന്വേഷണത്തെ EDയുടെ അന്വേഷണം ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെടുത്തും, അങ്ങനെ അത് അവരാണ് പറയേണ്ടത്. ഇപ്പൊ SIT ഏതായാലും ഭംഗിയായിട്ടാണ്, അതിൽ കോടതി നിയോഗിച്ച ഉദ്യോഗസ്ഥന്മാരാണ്, കൃത്യമായി പോകുന്ന കോടതിയും സാക്ഷ്യപ്പെടുത്തി. നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്കും സംതൃപ്തി വരുന്ന രൂപത്തിലാണ് അവരുടെ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും വെളിയിൽ വരട്ടെ, അത് വന്നു കഴിഞ്ഞ ശേഷം ബാക്കി കാര്യങ്ങൾ. പക്ഷേ ED ഇത്തരത്തില് അത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ, അത് കർണാടക, ചെന്നൈ, അതോടൊപ്പം തന്നെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഒറ്റ ദിവസം ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഒരു വലിയൊരു ഓപ്പറേഷൻ പോലെ, കാരണം ഇതുവരെ SIT കൊണ്ടുവന്ന ആ ഒരു അന്വേഷണത്തിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടുത്തുന്നതായിട്ട് വല്ല തോന്നുന്നു. അത് വേറെ പല ഉദ്ദേശങ്ങൾ കാണാം. അതെന്താന്ന് വരുന്ന നമുക്ക് വഴിക്ക് പരിശോധിക്കാതായാലും നമുക്കൊരു കാര്യം അറിയാം, SIT നല്ല രൂപത്തിലാണ് അന്വേഷണം കൊണ്ടുപോയത്. ബഹുമാനപ്പെട്ട കോടതിയുടെ മേൽനോട്ടത്തിലാണ്. നമുക്ക് ആർക്കും സംശയമില്ല. കോടതി സംതൃപ്തി രേഖപ്പെടുത്തി. ആ സംതൃപ്തി തന്നെയാണ് ഗവൺമെന്റിലുള്ളത്. ഞങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ബാക്കിയുടെ അന്വേഷിക്കണമെന്ന് കോടതി പറഞ്ഞത് പൂർണ്ണമായി യോജിക്കുകയും ചെയ്യുന്നു. ആദ്യ പ്രതികരണം തരുമ്പോൾ തന്നെ സർക്കാരിനൊന്നും ഒളിച്ചു വെക്കാനില്ല, സർക്കാരിനൊന്നും ആ തരത്തിൽ ആ സ്റ്റാൻഡ് തന്നെയാണ് ഇപ്പോഴും. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞ ആ വാചകം തന്നെ ഇപ്പോഴും പറയുന്നു. സർക്കാരിനൊന്നും മറക്കാനില്ല. ആ X or Y എന്നും കൂടെ ഞാൻ പറഞ്ഞു. X or Y ആരായിരുന്നാലും അവരെ നിയമത്തിന് ദൃഷ്ടി കൊണ്ടുവരണം. അത് തന്നെയാണ് ഗവൺമെന്റിന്റെ എല്ലാ തരത്തിലുള്ള അഭിപ്രായവും. അത് ഞങ്ങൾ അഭിപ്രായം നേരത്തെ എഴുതി കൊടുത്തിരുന്നു കോടതിക്ക് സ്റ്റാൻഡിംഗ് കൌൺസിൽ മുഖാന്തരം. കോടതി തന്നെ മേൽനോട്ടത്തിൽ കോടതി തന്നെ നിശ്ചയിക്കുന്ന SIT അന്വേഷിക്കണമെന്നായിരുന്നു ഞങ്ങൾ ആവശ്യം. അത് അതുപോലെ തന്നെ കാര്യം നടന്നു. അത് സംതൃപ്തിയിലാണ് ഇപ്പോഴും ഞങ്ങൾ മുന്നോട്ട്. X or Y പട്ടികയില് മുൻ ദേവസ്വം മന്ത്രിയാണെങ്കിൽ മുൻ ദേവസ്വം ആരായിരുന്നു ഞാൻ പറഞ്ഞല്ലോ, ആരായിരുന്നു. അതുകൊണ്ട് X or Y ആരായിരുന്നാലും അന്വേഷണത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അന്നേരം കാണാം. അതല്ലേ പറഞ്ഞേ, ഞാൻ പറഞ്ഞ മലയാളത്തിൽ പറഞ്ഞത്. എത്ര പേരുണ്ട്? ഇതിനെ അന്വേഷിക്കുന്നതിന്റെ ആൾക്ക് വഴി പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മളല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി. വഴി പറഞ്ഞു കൊടുക്കേണ്ടത് യഥാർത്ഥ അന്വേഷകർ കണ്ടെത്തുകയാണ്. അപ്പോ ഇന്നവരിലേക്ക് എത്തണം, മന്ത്രിയിലോ തന്ത്രിയിലോ എത്തേണ്ടതൊക്കെ അവരുടെ അന്വേഷണത്തിലാണ്. അപ്പോ അതുകൊണ്ട് ഈ കാര്യത്തെ സംബന്ധിച്ചോളം നമ്മൾ ഇന്ന വഴിക്ക് പോകണമെന്ന് ഒരാളെ ഉപദേശിക്കുന്നത് ശരിയല്ലോ. ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു, അന്വേഷിച്ചതിന്റെ റിപ്പോർട്ട് വരട്ടെ, അന്ന് കഴിയുമ്പോൾ ബാക്കി കാര്യങ്ങൾ എന്ന് പാലിച്ചുകൊണ്ട് ഇതുവരെയുള്ളത് സംതൃപ്തിയാണ് എന്ന് കോടതി അഭിപ്രായം രേഖപ്പെടുത്തി. ആ സംതൃപ്തിയോട് ഞങ്ങൾ യോജിക്കുന്നു. ആരിൽ അന്വേഷണം എത്തേണ്ടതെന്ന് SIT ആണ് തീരുമാനിക്കുന്നത്, സർക്കാരല്ല. സർക്കാരല്ല. കറക്റ്റ്. അങ്ങനെ